കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വിഷനും ഒക്കെയാണ് നിലവിൽ വി ഡി സതീശനുള്ളത്. അത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാവുന്നത് മാത്രമാവാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാം. ആകില്ല എന്ന് നമുക്ക് വിചാരിക്കാം. വണ്ടി മോഡിഫിക്കേഷനൊന്നും കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഘടകമൊന്നുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ എത്ര പിള്ളേർ പഠിക്കാൻ പോകണ്ടെന്നുള്ളൊരു കാര്യം ആലോചിച്ചു. LTF കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ അതിനെ എതിർത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ ചെയ്തു എന്നുള്ളത്, അല്ലാതെ LDF സർക്കാർ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നുള്ള വ്യാഖ്യാനത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതിനകത്തും ഒരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഈ പ്രതിരോധിക്കുന്നതും സമരം ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന മാതിരി LDF കൊണ്ടുവന്നത് കൊണ്ടാവാം. ദേശീയപാത വരാൻ ഞാൻ സമ്മതിക്കില്ല, വീടുകൾ ഒഴിയേണ്ടി വരും എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ കൈയൊഴിഞ്ഞപ്പോ LDF സർക്കാരാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അതുകൊണ്ടാണ് ഇപ്പൊ 6 വരി പാതയിൽ സുഖിച്ചു പോകുന്നില്ല ആളുകള്. എത്ര വലിയ ട്രെയിൻ കൊണ്ടുവന്നാലും, എത്ര സ്പീഡിൽ പോകുന്ന ട്രെയിൻ കൊണ്ടുവന്നാലും ഷൊർണൂർ മുതൽ എറണാകുളം വരെ ഇപ്പോഴും 80ഉം 90-ലെ പോകാൻ സാധിക്കുകയുള്ളൂ. വി ഡി സതീശൻ മന്ത്രിസഭ ആദ്യം തന്നെ കയ്യടി നേടുന്നു. സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ. സെന്തിൽജി അറിയാം, ഇന്നിപ്പോൾ വി ഡി സതീശൻ്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ചില പ്രഖ്യാപനങ്ങൾ കണ്ടു. വലിയ രീതിയിലാണ് കയ്യടി നേടുന്നത്. ഇപ്പം സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു, ഭൂമി ഏറ്റെടുക്കൽ ഉപേക്ഷിക്കുന്നു, PSC ലിസ്റ്റ് വർദ്ധിപ്പിക്കുന്നു, വിഷൻ 2031 എന്നുള്ള സംവിധാനം കൊണ്ടുവരുന്നു. എങ്ങനെ വിലയിരുത്താം അതിനെ? തുടക്കം നല്ലത് തന്നെയാണ്. തുടക്കം ഗംഭീരമാണ്. ഗംഭീരം, ഒരു സംശയമില്ല. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ പദ്ധതികൾ ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ LDF സർക്കാരിന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലും അവരെത്തി. അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒഴിവാക്കുക എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് അവിടെയാണ് നമ്മൾ പിണറായി വിജയൻ്റെ വേറൊരു മുഖം കാണേണ്ടത്. പിണറായി വിജയൻ എന്തൊക്കെ കുറിച്ച് പറഞ്ഞാലും, രാഷ്ട്രീയം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും, ഒരു വികസനത്തിൻ്റെ ഒരു പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഏതറ്റം വരെ കൊണ്ടുപോയിട്ടും അത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു പവറുള്ളൊരു നേതാവാണ് പിണറായി വിജയൻ. ഇപ്പോൾ വി ഡി സതീശൻ സിൽവർ ലൈൻ പദ്ധതി ഒഴിവാക്കി 3000 ഏക്കർ സ്ഥലം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ക്രയവിക്രയത്തിനുള്ള കാര്യങ്ങളൊക്കെ, അതായത് അവർ ആ സ്ഥലത്തിൻ്റെ കുരുക്ക് നിന്നും ഒഴിവാകുകയാണ്. ആ ആളുകൾ ഒഴിവാകുന്നു, അവർ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. കാരണം ഇതിൽ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ അതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ പോലെ തന്നെ ലോൺ എടുക്കാൻ പറ്റില്ല, പല പല കാര്യങ്ങളും എല്ലാത്തിനും മഞ്ഞക്കുറ്റിയുള്ള ഒരു പറമ്പിലേക്ക് ഒന്നും കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയാണ്. അതായത് ഈ പറഞ്ഞ മാതിരി പശുവിനെ കെട്ടാൻ പോലും പറ്റാത്തൊരു സ്ഥലമായിട്ട് അത് ഞാൻ ആ സമയത്ത് ഈ 2021 കാലഘട്ടത്തിൽ ഈ സമരം നടക്കുന്ന പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയിലേക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളായിരുന്നു. പലരുടെയും വീടുകൾക്ക് മുന്നിൽ, അതായത് ഈ പടി അങ്ങ് ചോട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ കുറ്റി കൊടുന്ന് ഇടുന്നത്. അവിടെ പ്രതിഷേധിക്കുന്നവരെ അത്രമായ രൂക്ഷമായ രീതിയിലായിരുന്നു പോലീസിൻ്റെ നടപടിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ അതിൻ്റെ ഫയൽ വിഷ്വൽസ് ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. പർദ്ദയെക്കെട്ട ഒരു സ്ത്രീകളെ വരെ ചെറിഞ്ഞ് അങ്ങനെ ഒരു തിടുക്കത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ പ്രതിഷേധങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്, പ്രതിഷേധങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ പദ്ധതിയുടെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്, അത് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു റിസൾട്ട്, ഒരു വികസനം, അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് വലിയ നേട്ടം ഉണ്ടാകുന്ന കാര്യം തന്നെയായിരുന്നു. സിൽവർ ലൈൻ പദ്ധതി മുന്നോട്ട് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നടപ്പായിരുന്നെങ്കിൽ. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി ഒരുപാട് ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം അത് ഏത് തരത്തിൽ ഗവൺമെൻറ് കാണുന്നു എന്നുള്ളതും നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വി ഡി സതീശൻ ഈ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയത് കാരണം അത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിക്കാണും, അല്ലെങ്കിൽ അത് ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിരിക്കാം. പക്ഷേ അത് റദ്ദാക്കുന്നതിന് മുമ്പ് അതിനൊരു പാരലൽ പദ്ധതി കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഒരു കണ്ണിൽ പൊടിയിടാനുള്ള എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം, സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരമായി എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. പക്ഷെ ഇതിന് മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആരും സ്ഥലം വിട്ടുകൊടുക്കാതെയോ അല്ലെ വീടൊഴിയാതെ ഒരു വികസനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമ്മൾ ഈ കാണുന്ന റോഡുകൾ, ഈ 6 വരി പാതകൾ, ഹൈവേകൾ, മലയോര ഹൈവേകൾ, തീരദേശ ഹൈവേകൾ, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഇതൊക്കെ ആളുകൾ അവരുടെ സ്ഥലം വിട്ടുകൊടുത്തും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്.
കേരളയിലും അങ്ങനെ തന്നെയാണ് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ സംഭവിച്ച വീഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് കേരളയിൽ വരുന്നു എന്ന് പറയുന്നതും കുടിയൊഴിപ്പിക്കൽ തുടങ്ങുന്നതൊക്കെ. അതിൽ ഗവൺമെന്റിന് ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് ആദ്യമേ പറഞ്ഞിരുന്നു ഇതിന് പരിഹാരമായിട്ട് ഇവർക്ക് ഈ കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നൽകുമെന്നുള്ളതും മറ്റൊരു വസിക്കാനുള്ള ഒരു സ്ഥലം നൽകുമെന്നുള്ളതും ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനൊരു വസ്തുത അവിടെ നിലനിൽക്കെ തന്നെ വി ഡി സതീശൻ തന്നെ ആദ്യം പറഞ്ഞതാണ് വേഗതയിലുള്ള റെയിൽ വരണം, അത് നമ്മുടെ ആവശ്യമാണെന്ന് മുൻപ് വി ഡി സതീശൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വി ഡി സതീശൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിന് വളരെ കൃത്യമായിട്ട് കേന്ദ്ര അനുമതിയോടുകൂടി തന്നെയുള്ള സർവേകളും പാരിസ്ഥിതിക പഠനങ്ങളും PDRകളും എല്ലാം നടന്നിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയാണ് കേരളയിൽ ഇവിടെ തുടങ്ങാം എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ചതും. പക്ഷേ LDF കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ അതിനെ എതിർത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറയാൻ സാധിക്കില്ല. അഷിതൊക്കെ പറഞ്ഞല്ലോ ഈ സംഗതി സ്വന്തം വീടിന്റെ മുറ്റത്ത് ഈ സംഗതി കൊണ്ടുവച്ചാൽ അതിന്റെ ഒരു അവസ്ഥ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അതിന് പുനരധിവാസം എന്നുള്ള ഒരു മറ്റൊരു പ്രക്രിയ അവിടെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് നമുക്ക് വികസനങ്ങളെ തടയാനാവുക? എങ്ങനെ നമുക്ക് വികസനങ്ങളെ തടയാനാകും? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ ജനങ്ങളെ ഇത് ബോധിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു വീഴ്ച സംഭവിച്ചു. പക്ഷെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു അത് വീഴ്ചയാണ്. അതായത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി വേണമായിരുന്നു അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തും പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. കാരണം ഒരു പക്ഷേ ഇത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. പാലക്കാട് വ്യവസായ പാർക്ക് വരുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ആദ്യമൊക്കെ ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ പറമ്പ് പോകും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അപ്പുറത്തുള്ള പറമ്പ് പോയപ്പോൾ ഞങ്ങളുടേതും കൂടെ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. കാരണം അമ്മാതിരി വിലയായിരുന്നു ആ സ്ഥലത്തിന് കിട്ടിയത്. അതായത് ഒരു കാരണവശാലും ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും കിട്ടാത്ത അത്രയും വിലയ്ക്കാണ് സ്ഥലം ഏറ്റെടുത്തത്. അപ്പോൾ അവിടുത്തെ ഈ 500 ഏക്കർ സ്ഥലത്ത് താമസിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്. എല്ലാവരുടെയും സ്ഥലം ഏറ്റെടുത്ത് അവർ പറയുന്നത് കൃഷിഭൂമിയായിരുന്നു. അതായത് റബ്ബറും നെല്ലും എല്ലാം ഉള്ള സ്ഥലമായിരുന്നു ഏറ്റെടുത്തത്. അപ്പോൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഒരു കാരണവശാലും പുറമേ 4 ഇരട്ടി വിലയ്ക്കൊക്കെയാണ് ഈ സ്ഥലം വിറ്റ് കാശ് കൈ കിട്ടിയത്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള പറമ്പ് വരെ ഏറ്റെടുത്തു, ഇതും കൂടെ ഏറ്റെടുക്കാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചു പോയ ആളുകളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ അക്ഷിത നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും നടക്കുന്നത് ഇതുപോലെ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവാം. ഇതിപ്പോൾ ഒരു വിഭാഗം ഈ 3000 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 100 ഏക്കറോ 200 ഏക്കറോ സ്ഥലത്തിൽ താമസിക്കുന്ന ആളുകൾക്കായിരിക്കും ഇതിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. 3000 ഏക്കർ സ്ഥലത്തുള്ളവർക്കും പ്രതിഷേധം കാണണമെന്നില്ല. മാത്രമല്ല മാധ്യമങ്ങൾ ഇതിനെ വളരെ വൈകാരികമായിട്ടാണ് സമീപിക്കുന്നത്. അതെ, അതിനകത്തും ഒരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ ഈ പ്രതിരോധിക്കുന്നതും സമരം ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന മാതിരി LDF കൊണ്ടുവന്നത് കൊണ്ടാവാം. അതിലേ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് മാധ്യമപ്രവർത്തകനായിട്ട് ഫീൽഡിൽ തന്നെ ഉള്ള ഒരു ആളെന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് ഗൂഗിൾ സർവേ പോലെയുള്ള ഒരു സർവേ വെച്ചിട്ട്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് അങ്ങ് എടുത്തെടുത്താൽ ഇവിടുന്ന് ഇങ്ങൊരു വരങ്ങ് വരച്ചിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ സർവേക്ക് പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അതിൽ ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കുമായിരുന്നല്ലോ. അതിന് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം നിർദ്ദിഷ്ട എനിക്കറിയാം ഈ തിരുനാവായ ഗുരുവായൂർ റെയിൽപാത നേരത്തെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നിപ്പം ഗുരുവായൂർ വരെ എത്തിയുള്ളൂ. അന്ന് പറഞ്ഞിരുന്നത് K കരുണാകരന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാതയാണ് എന്നുള്ളത്. ശരിക്കും തിരുനാവായ വരെ എത്തേണ്ടതായിരുന്നു, പക്ഷെ അന്നും ഇത് എത്തിയില്ല. ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ വീടിൻ്റെ തൊട്ട് മുന്നിലൂടെയായിരുന്നു അത് പോയത്. അന്നും ഇതേപോലെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി, എങ്കിൽ പോലും ഗുരുവായൂർ വരെ സംഗതി എത്തി. അപ്പോൾ അത്തരത്തിൽ ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കാര്യത്തിൽ ചെയ്യാതെ ഞങ്ങൾ ഈ സംഗതി അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളയിൽ വരും കേട്ടോ എന്നങ്ങ് പറഞ്ഞ് കുറ്റിയും എടുത്തോണ്ട് പെരക്കകത്തോട്ട് നിന്നിട്ട് അവിടെ കുറ്റി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദേശീയപാത വരാൻ ഞാൻ സമ്മതിക്കില്ല, വീടുകൾ ഒഴിയേണ്ടി വരും എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ കൈ ഒഴിഞ്ഞപ്പോ LDF സർക്കാരാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അതുകൊണ്ടാണ് ഇപ്പൊ 6 വരി പാതയിൽ സുഖിച്ചു പോകുന്നില്ല ആളുകൾ പോകുന്നുണ്ട്. അവർക്ക് അതാണ് ഞാൻ അഷിത പറയുന്നത്. കൃത്യമായ ഒരു പ്ലാൻ നടത്തി, അതായത് ദേശീയപാതയുടെ മുൻപിലുള്ള ഈ നിർദ്ദിഷ്ട പാതയുടെ മുൻപിലുള്ള വീടുകളിലെ ഒരു മതിൽ പൊളിച്ചാൽ ഇത്ര രൂപ, ഒരു പശുത്തൊഴുത്ത് പൊളിച്ചാൽ ഇത്ര രൂപ, ഒരു മരം വെട്ടിയാൽ ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൃത്യമായി കണക്കും കാര്യവും വെച്ച് ജനങ്ങളെ മനസ്സിലാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും നടത്താതെ
ഒന്നും നടത്താതെ എന്ന് പറയാൻ പറ്റില്ല. കൃത്യമായ പഠനത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി ലിഡാർ സർവേ നടത്തിയിട്ടാണ് ഇത് തുടക്കമിട്ടത്. പാരിസ്ഥിതിക പ്രവർത്തകർ പലരും കേന്ദ്ര അനുമതി ഇപ്പോഴും കിട്ടിയില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? പഠനങ്ങൾ കൃത്യമായി നടത്തിയെങ്കിലും കേന്ദ്രവും ഗവൺമെന്റിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചോണ്ടിരിക്കാം, അത്രേ ഉള്ളൂ പറയാൻ സാധിക്കുള്ളൂ. കാരണം കേന്ദ്രം ഇവിടെ കേരളത്തിലെ വികസനം നടത്താൻ പൊതുവെ സമ്മതിക്കില്ലല്ലോ. കേന്ദ്രം സമ്മതിക്കുന്നില്ലല്ലോ. പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നിന്നിട്ടുള്ളത് ആരാ? ഇപ്പം കേരളയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വേറൊരു മാതൃകയാകുമായിരുന്നു, കേരളം വേറൊരു മോഡലാകുമായിരുന്നു. കേരളത്തിലെ യാത്ര ഇപ്പോൾ പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കണം. ഇപ്പം CP ജോൺ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ, പൊതുഗതാഗതം കൂടുതൽ ഇവിടെ പൊതുഗതാഗതം ഉപയോഗിക്കുന്നില്ലല്ലോ. ഇവിടെ കാറുകളല്ലേ കൂടുതൽ, KSRTC ബസ്സുകൾ ഉപയോഗിക്കുന്നില്ല. 30,000 ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 6,000 ബസ്സായിട്ട് ചുരുങ്ങി. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാറിന്റെ എണ്ണം കുറയെന്ന് പറഞ്ഞിട്ടായിരുന്നു കൊച്ചി മെട്രോ തുടങ്ങിയത്. വല്ല മാറ്റമുണ്ടോ? സ്വകാര്യ വാഹനങ്ങൾ കുറഞ്ഞോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, പൊതുഗതാഗതങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് നല്ല സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണം. അല്ലാതെ കൊച്ചി മെട്രോ ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. ബ്ലോക്ക് കുറഞ്ഞോ? കൊച്ചിയിലെ ബ്ലോക്ക് കുറഞ്ഞോ? ബ്ലോക്ക് കുറഞ്ഞു വെച്ചാൽ വീണ്ടും വാഹനങ്ങൾ കൂടിയിട്ടുണ്ടാകും. പക്ഷെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം കൊച്ചി മെട്രോ ഇല്ലായിരുന്നെങ്കിൽ ഇന്നുണ്ടാകുന്ന ബ്ലോക്ക് അല്ല. കൊച്ചി മെട്രോ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കൊച്ചി മൂവ് ചെയ്യില്ലായിരുന്നു, അറിയാമോ? ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം അമ്മാതിരി തിരക്ക് കൊച്ചി മെട്രോയിലും ഉണ്ട്. അപ്പോൾ കൊച്ചി മെട്രോ കൊണ്ടുവന്നത് ദോഷമെന്ന് പറയാൻ പറ്റില്ല. കൊച്ചി മെട്രോ അല്ലേ കൊച്ചിയുടെ മുഖം മാറ്റിയത്? എന്താ സംശയം? അല്ല, അതിനു വേണ്ടി പാർക്കിംഗ് സൗകര്യമില്ല. ഇപ്പോൾ ഒരാൾ കാർ എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് എല്ലാ വികസനങ്ങളും ഓരോ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ പറ്റും. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. വന്ദേ ഭാരത് കൊണ്ടുവന്നത് എങ്ങനെയാ? വേഗത്തിൽ എത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിന്റെ ഉദ്ദേശം എന്താണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂറിന് താഴെ യാത്രയിൽ എത്താമെന്നുള്ളതാണ് കേരളത്തിന്റെ ഉദ്ദേശം. നമ്മുടെ കേരളത്തിന്റെ പരിതസ്ഥിതി എന്ന് പറയുന്നത് സ്ലോപ്പുകളും ചെരുവുകളും എല്ലാം ഉള്ളൊരു പരിതസ്ഥിതിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കേരളയിൽ മാത്രമാണ് പ്രായോഗികമാവുന്നത്. അല്ലാത്തൊരു പാരിസ്ഥിതിക സൗഹൃദമായിട്ടുള്ള അല്ലാതെ അതിവേഗ റെയിൽ നിർമ്മാണം ഏതാണ് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്നത്? അല്ല, ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വന്ദേ ഭാരതിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ റെയിൽവേ സംവിധാനത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ കർവ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കർവ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. ഈ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ കൊല്ലത്തെ മെയിൻ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിനൊന്ന് മൂവ് ചെയ്ത് പോകണമെങ്കിൽ ഈ വേഗത പോലും എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പണ്ടെന്നോ ഇവർ എങ്ങനെയോ വരച്ച ഒരു സംഗതിയാണത്. അതേ അവസ്ഥയിലേക്കാണ് ഈ സിൽവർ ലൈൻ പോകുന്നത് എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് അവരവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം മാറ്റുക, ഈ സർവേയിൽ വലിയ വര വരയ്ക്കുക. ഇപ്പം കുറ്റിപ്പുറത്തും ഇതേപോലെ തന്നെ ഒരു കർവുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കില്ല. എത്ര വലിയ ട്രെയിൻ കൊണ്ടുവന്നാലും, എത്ര സ്പീഡിൽ പോകുന്ന ട്രെയിൻ കൊണ്ടുവന്നാലും ഷൊർണൂർ മുതൽ എറണാകുളം വരെ ഇപ്പോഴും 80-90 പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിൽവർ ലൈൻ കൊണ്ടുവരുന്നതിൽ ഇപ്പം ഈ അശ്വത പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം വേണം. ഈ ഇപ്പം നിലവിലെ പാതയിലൂടെ എന്തായാലും അതിവേഗ ട്രെയിൻ ഓടിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഭൂരിഭാഗം ആളുകളും പുറം രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് പുറം രാജ്യങ്ങളിലുള്ള സൗകര്യങ്ങൾ പോലെ കേരളത്തിൽ ഒരു സൗകര്യം ഉണ്ടാക്കാമെന്നൊരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതിൽ ചില സമയത്ത് കൈയടി കിട്ടുമായിരിക്കും. ഇപ്പോൾ അതെ കേരളയിൽ ഒഴിവാക്കിയപ്പോൾ VD സതീശന് കൈയടിയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, സംശയമില്ല ആ കാര്യത്തിൽ. പക്ഷെ ബദൽ പദ്ധതി എവിടെ? ഒരു ബദൽ പദ്ധതി ഒരു ആധുനിക പൊതുബോധത്തിന്റെ കൂടെ കാര്യമല്ലേ ശ്രീധരൻ വരെ ഈ കാര്യത്തെ സ്വാഗതം ചെയ്യുന്നു. മെട്രോമാൻ എന്ന് വെറുതെ വിളിക്കുന്നല്ലോ അദ്ദേഹത്തെ. അദ്ദേഹം ചെയ്ത പദ്ധതികളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൊണ്ടുവന്ന ബുള്ളറ്റ് ട്രെയിനിനോട് ആനുപാതികമായി കിടക്കുന്ന ഒന്ന് തന്നെയാണ് കേരളയില്. അല്ല, അത് അങ്ങനെ എക്സ്പേർട്ടുകളെ വെച്ചിട്ട് ഇത് ചിന്തിക്കാതെ വെറുതെ അങ്ങ് പ്രഖ്യാപിച്ച എന്താ കാര്യം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയിലേക്കാണ് വീണ്ടും വരുന്നത്. വിദഗ്ധരുടെ നിർദ്ദേശമില്ലാതെ ചെയ്തു എന്നുള്ളത്. അല്ലാതെ LDF സർക്കാർ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നുള്ള വ്യാഖ്യാനത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു വേള ഒന്നും വേണ്ട, ഈ പിണറായി വിജയൻ ഗെയിൽ പദ്ധതി നടപ്പിലാക്കി, ഹൈവേ കൊണ്ടുവന്നു. ഇതിനെയൊക്കെ കേന്ദ്ര തലത്തിൽ തന്നെ ആശംസകളും അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കാണിച്ച ധൈര്യത്തെയും പിണറായി വിജയനെ അംഗീകരിച്ച ഒരു കേന്ദ്ര സർക്കാർ. പദ്ധതിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ മുമ്പ്. UDF സർക്കാരിന്റെ കാലത്തായിരുന്നു നടക്കാൻ സാധിച്ചില്ല. പക്ഷെ നടപ്പിലാക്കിയതിനെ, അതായത് അങ്ങനെ അത്തരം നല്ല വിഷനോടുകൂടിയ പദ്ധതി, ഇപ്പം തുരങ്കപാത
വയനാട് തുരങ്കപാത അതിന് കേന്ദ്രം എതിർന്നിട്ടില്ലല്ലോ, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഈ പദ്ധതിക്കും കേരളിനും കേന്ദ്രം എതിര് നിന്നിട്ടൊന്നുമില്ലല്ലോ. കേന്ദ്ര അനുമതി, അതായത് കേന്ദ്ര അനുമതിക്ക് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞ് അനുമതിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അത് ഡ്രോപ്പായി. ഗവൺമെൻറ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗവൺമെൻറ്റിന് തന്നെ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും യുവജനങ്ങൾക്കിടയിൽ ആ ധാർഷ്ട്യമുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സംഗതിയൊക്കെ മാറ്റിയിട്ട് ആളുകൾക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ വി ഡി സതീശൻ. അതിന്റെ കാരണം എന്തായിരിക്കും? പൂക്കി എന്നതിലപ്പുറം എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം? അല്ല, ഈ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി സംഗതി, അതായത് ആളുകൾക്ക് അടുത്ത് ചെല്ലാനാകാത്ത, അടുത്തേക്ക് ചെന്നാൽ പോകാൻ പറയുന്ന, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ആ രീതിയൊന്നുമില്ല. ഇത് ഒരു സാധാരണ, അതായത് ഇദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് കാണുമെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഇതും കൊണ്ടുവന്നിങ്ങനെ വായിക്കുന്ന ഒരു സംഗതിയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ പോലും ഇതിനകത്തോട്ട് വാർത്താ സമ്മേളനത്തിലേക്ക് കയറ്റാത്തൊരു കാലമായിരുന്നു. ഇനി സെക്രട്ടേറിയറ്റിലെ മാധ്യമങ്ങൾക്ക് പോലും വിലക്കുണ്ട്. അതുപോലും എടുത്തു കളിയുള്ള പരിപാടിയാണ് ഇനി പെരുമാറുന്ന വസ്തുതയ്ക്കപ്പുറം ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ലേ? ആളുകൾക്ക് അത് ഇഷ്ടമാവുന്നല്ലേ. ഒരു പയ്യൻ, അതായത് അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഒറ്റ ചോദ്യം, ഇപ്പൊ ഈ പറഞ്ഞ പൂക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി എന്നതിലപ്പുറം അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു പ്രഖ്യാപനം ഏതാവുന്നു ഒന്ന് എടുത്തു പറയാൻ പറ്റുമോ? വനിതകളുടെ യാത്രയടക്കമുള്ള വനിതകളുടെ യാത്രകൾ, സൗജന്യ യാത്രയാണോ കേരളത്തിലെ വനിതകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? അതോ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വയോജനങ്ങൾക്ക് ഒരു പ്രത്യേക പദ്ധതി പ്ലാൻ ചെയ്യുന്നു? ഇപ്പൊ വേണ്ട, കൊച്ചിയില് വയോജനങ്ങളെ ഫോക്കസ് ചെയ്യലാണോ, അതോ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൗമാരക്കാർ അല്ലെങ്കിൽ യുവത്വത്തെ ഫോക്കസ് ചെയ്യുന്നതാണോ നല്ലത്? അല്ല, ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ. അതായത് ആളുകളെ ഇപ്പൊ ഇദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് യുവജനങ്ങളെ തന്നെയാണെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ CMA വണ്ടി മോഡിഫിക്കേഷന്റെ കാര്യം എന്തായി? ശരിയാക്കാം. ഇത് ഞാൻ പറയട്ടെ, ഇത് ഭയങ്കര ഒരു സോഷ്യൽ. പിണറായി വിജയനാണെങ്കിൽ അപ്പൊ അതിനോട് പറയും വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയും. പിണറായി വിജയൻ അത്തരം സാധനങ്ങൾ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അത്തരം ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് അയാൾ മറുപടി പറയാറില്ല. ചിലപ്പോൾ അത് ഓരോരുത്തരുടെ ശൈലിയാണ്, അനാവശ്യമാണ്. അല്ല, ഞാൻ പറയുന്നത് വണ്ടി മോഡിഫിക്കേഷനൊന്നും കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഘടകമൊന്നുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ എത്ര പിള്ളേർ പഠിക്കാൻ പോകണ്ടെന്നുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇവിടെ അത് യുവജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന് പറയുമ്പോൾ, യുവജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടേക്കാണ്. അല്ലാണ്ട് വണ്ടി മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ സൈലൻസർ പിടിപ്പിച്ച ബൈക്കിൽ ചെത്തി നടക്കുക, അതൊക്കെ ആളുകളെ സൂചിപ്പിക്കാനും കയ്യടി മേടിക്കാനും വേണ്ടിയിട്ട് നിയമപരമായ രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ചെയ്തോട്ടെ, അത് വേറെ വഴി. അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന പല സാധനങ്ങളും പിന്നീട് അതിൻ്റെ മുകളിലേക്ക് വരാം. വണ്ടി മോഡിഫൈ ചെയ്യുന്നൊന്നും ഇവിടുത്തെ പ്രധാന വിഷയമല്ല. വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ യുവജനങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പല ഇൻ്റർവ്യൂകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല നാടുകളിലും അയാൾ സഞ്ചരിച്ച് യുവാക്കളെ എങ്ങനെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പല കാര്യങ്ങളും പുള്ളി ഇവിടുത്തെ ബോർഡിലൊക്കെ ഉള്ള ആയിരുന്നു. സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ നിർദ്ദേശങ്ങളും ഇവിടെ അന്നും LDF സർക്കാർ നടപ്പാക്കിയിട്ടൊന്നുമില്ല. പുള്ളി എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ കോളേജുകളിലെ സമയം എന്ന് പറയുന്നത് 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറാണ്. ബാക്കി സമയം അവൻ ജോലിക്ക് പോകണം. മനസ്സിലായില്ലേ? ഇവിടെ അതിനുള്ള രാവിലെ മുതൽ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെ കോളേജ്, അതിനുശേഷം ട്യൂഷൻ. പിള്ളേർക്ക് അവരുടേതായിട്ടുള്ളൊരു സാധനം ചെയ്യാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ പഠിക്കാനുള്ള പണിയെടുത്ത് സ്വന്തം ഇത് നടപ്പാക്കാനുള്ള ഒരു സമയമോ സൗകര്യമോ ഒന്നും ക്രമീകരിച്ചിട്ടുള്ളതല്ല ഇവിടുത്തെ കോളേജ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ അത് എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്ന് ഈ ഭരണമാര് വിദേശത്തേക്ക് സഞ്ചരിക്കാനോ അതുപോലുള്ള സാഹചര്യങ്ങളോ സംഭവങ്ങളൊക്കെ അന്ന് കുറവായിരുന്നു. ഇന്ന് അതിന് വേണ്ടിയിട്ട് ഏജൻസികൾ തന്നെ വർക്ക് ചെയ്യുകയാണ്. ഒരു ലോഡ് ഏജൻസികൾ വർക്ക് ചെയ്യാണ് ഇവിടെ കേരളത്തിൽ. അല്ല, കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഒന്ന് കാത്തിരിക്കുന്നേ. അല്ല, കൊണ്ടുവരുമായിരിക്കും. ഞാൻ കുറ്റം പറഞ്ഞല്ല. ഇപ്പോൾ കൊണ്ടുവന്ന ഇതെല്ലാം കയ്യടി മേടിക്കുന്നത് തന്നെയാണ്, ഒരു സംശയമില്ല. ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന സാധനങ്ങളും നല്ലത് തന്നെയാണ്. അല്ല, അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് ഒരു വ്ളോഗർക്ക് ചോദിക്കാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ അക്രഡിറ്റേഷൻ ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരെ പോലും വാർത്താ സമ്മേളനത്തിൽ കയറ്റാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു. സെക്രട്ടേറിയറ്റിലുള്ള വിലക്കുകൾ എന്തായിരുന്നു? മാധ്യമങ്ങളെ കാണെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ മാത്രം നടക്കുന്നൊരു സംഭവമായിരുന്നു. ഇതിപ്പം വി ഡി സതീശനെ വിളിച്ചിട്ട് ഒന്നൊരു വാർത്താ സമ്മേളനം വിളിക്കണം എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പോലും പറ്റുന്ന രീതിയിലുള്ള ആക്സസ് ഉണ്ട്. അല്ല, ഉണ്ടാവട്ടെ. 3 ദിവസമല്ലേ ആയുള്ളൂ.
ഞാനതാ പറയുന്നത്. ഉണ്ടാവട്ടെ, ഇനിയും ഉണ്ടാകും. ഉണ്ടാവണം. ഇവിടെ ഏറ്റവും വലിയ ജനകീയനായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ജനസമ്പർക്ക പരിപാടി മാത്രം എടുത്താൽ മതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിന്. മനസ്സിലായില്ലേ? അതിനെ പിണറായി വിജയൻ്റെ ശൈലിയിലും അത് പാർട്ടി വിമർശിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ ഈ 102 സീറ്റിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതും സംശയമില്ല. അത് വെച്ചിട്ട് അവർ ശൈലി തിരുത്താൻ തയ്യാറായാൽ LDFന് അത് ശൈലി തിരുത്തണോ ശരിക്കും? അടിസ്ഥാന സൗകര്യങ്ങൾക്കപ്പുറത്ത് ശൈലിയാണോ പ്രധാനം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്നിട്ട് ഇവരിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, നാട്ടിൽ വികസനം നടത്തിയ ഒരു പിണറായി വിജയൻ സർക്കാരിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ട ഒരു അവസ്ഥ എങ്ങനെ വന്നു? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അതിന് പല ഘടകങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. ഭരണമാറ്റത്തിന് പല ഘടകങ്ങളുണ്ട്, അത് ഒന്നിൽ മാത്രം നിൽക്കുന്നതല്ല. എന്തായാലും ഒരു പുതിയ സർക്കാർ വന്നിരിക്കുന്നു, അവർക്ക് സമയം നൽകണം. എന്നാലും കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വിഷനും ഒക്കെയാണ് നിലവിൽ VD സതീശനും ഉള്ളത്. അത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാവുന്നത് മാത്രമാവാണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാം. ആകില്ല എന്ന് നമുക്ക് വിചാരിക്കാം. VD സതീശൻ ഇത്തരം ജനങ്ങളുടെ കയ്യടി മേടിക്കുന്നതും ഒപ്പം വികസനം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും പ്രതിപക്ഷം, അതായത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ ചില പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം ആ മുഖ്യമന്ത്രി എന്നുള്ള ഉടുപ്പ് അഴിച്ചു വെച്ചു എന്നുള്ള പൂർണ്ണമായും തോന്നുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പഴയ പാർട്ടി സെക്രട്ടറിയായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ എന്നാണ്. ആ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഞങ്ങൾ തോറ്റു എന്ന് കരുതി ഞങ്ങളെ ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല, ഞങ്ങൾ കൃത്യമായ പ്രതിപക്ഷമായി ഉണ്ടാകും എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരം അച്ചടി ശൈലി പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും ആ പരനാറി പ്രയോഗം പോലെയുള്ള പ്രയോഗങ്ങളൊക്കെയുമായി ഒരു പക്ക പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമായി തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം UDFും VD സതീശനും ഒക്കെ ഭയപ്പെടേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പ്രതിപക്ഷമാകാൻ LDFനാകട്ടെ, നല്ലൊരു ഭരണപക്ഷമാകാൻ UDFനും ആകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം.